ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മൾ വീണ്ടും ഒരു റീക്രിയേഷൻ വർക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോർമലി ഞാൻ സാരി അതുപോലെ തന്നെ ലുങ്കി അതിലൊക്കെ ആയിരുന്നു റീക്രിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു ദുപ്പട്ടയിലാണ് നമ്മൾ റീക്രിയേഷൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. കസ്റ്റമർ ജസ്റ്റ് ഒരു ഷോൾ കൊണ്ടുവന്നിട്ട് ചോദിച്ചു കിഡ്സിന് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒരു ടെക്സ്ചറിലായിരുന്നു നമ്മളെ ഷോൾ അല്ലെങ്കിൽ ആ ഒരു ദുപ്പട്ട വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താ പറയുക, ചെറിയ ചെറിയ ഡോട്ട്സിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വരയിൽ വരുന്ന ഒരു ഗോൾഡൻ ഗ്ലൂ കണക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നതൊക്കെ തന്നെ ആദ്യം ലൈനിങ്ങിൽ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഷേപ്പും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഫാബ്രിക്ക് നമ്മൾ ഈ ഒരു ലൈനിങ്ങിലേക്ക് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ചെറിയൊരു ഡ്രസ്സായിരുന്നു 2 കിഡ്സിന് വേണ്ടിയിട്ട് ഒരേപോലെ ട്വിന്നിങ് ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് ബാക്കിൽ കുറച്ച് ഡീപ്പായിട്ടായിരുന്നു നെക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് നെക്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ താഴെ വരുന്ന ആ ഒരു ടെസൽസ് ആയാലും ഒക്കെ നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൈകാര്യം ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചെറിയൊരു അനക്കം മതി ആ ഒരു മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴായാലും വിരിച്ചിടുമ്പോഴായാലും മാക്സിമം നമ്മൾ പിന്ന് വെച്ച് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചൊന്ന് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കത്രിക കൊണ്ട് മുറിക്കുമ്പം തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പം കട്ട് ചെയ്തെടുത്ത് അതിനെ സെക്യൂർഡ് ആക്കിയിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളത് വീണ്ടും വീണ്ടും ഓരോ സൈഡിലേക്ക് മടക്കുമ്പോഴായാലും സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും അത് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ മാർക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കത് അടിമറിച്ചിടാനില്ലാന്ന് നല്ല വശം ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പം 2 ഷോൾഡറിൻ്റെ അടുത്തും അതുപോലെ തന്നെ താഴ്വശത്തും നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും ചിലപ്പോൾ മെറ്റീരിയലൊക്കെ നമുക്കങ്ങനെ കയ്യിൽ ഒതുങ്ങാത്തതാണെങ്കിൽ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുട്ടപ്പിന്നെ കണക്കത്തെ സംഭവം യൂസ് ചെയ്യാം കേട്ടോ. ഒറ്റ കയ്യിൽ ഫോണും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വീഡിയോഗ്രാഫി എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് അടിമറിച്ചിടാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഒരു കയ്യിൽ ഫോണായിരുന്നു, ഒരു കയ്യിൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയലായിരുന്നു. അവസാനം ഫോൺ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ അടിമറിച്ചിടലും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തത്. കുറച്ചൊന്ന് കഷ്ടപ്പെടുന്ന അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മളതിൻ്റെ അടിമറിച്ചിട്ട് 2 വശങ്ങളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അടിമറിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടി നെക്ക് മാത്രം ഒന്ന് അടിക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് വരുന്ന രീതിയിൽ. അതിനുശേഷം നമ്മൾ ഷോൾഡർ കാര്യങ്ങൾ ജോയിൻറ്റ് ചെയ്തു. സ്ലീവ്ലെസ് ആയിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് നമ്മൾ കൊടുത്തത്. അപ്പം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാനും കൂടി നമ്മൾ നോക്കിയിട്ട്. കാരണം ആ ഒരു നെക്കിൽ ചെറിയൊരു പാറ്റേൺ കൊടുത്തത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. അപ്പം ഇതുപോലെയായിരുന്നു ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ വന്നത്. പ്രസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴൊക്കെ എന്താ പറയുക, തുണി നമ്മൾ ഹാൻഡ് ബോക്സിൽ പിടിക്കാൻ വേണ്ടി സാധ്യത. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഹൈ ഇതിൽ ഫ്ലെയിമിൽ നമ്മളെ അയൺ ബോക്സ് ചൂടാക്കി വെക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ നല്ല വേറെ എന്തെങ്കിലും ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട്, കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പതിച്ചടിപ്പിക്കുമ്പോഴും ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഗ്യാപ്പിൽ മാത്രം
സ്റ്റിച്ച് ചെയ്യാനും കൂടി നോക്കണം. കാരണം ചിലതൊക്കെ നല്ല വീതിയിലൊക്കെ നെക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബോറായിട്ടൊക്കെ തോന്നും. അപ്പം അത്രയും അടുപ്പിച്ച് പെട്ടെന്ന് കാണാത്ത രീതിയിൽ സെയിം നൂലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ആ ഒരു തുണി നമ്മൾ കൈകാര്യം ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും 2 ഡ്രസ്സ് ഒരേപോലെ ട്വിന്നിങ് ആയിട്ട് വരുന്ന പോലെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊന്നും പോവാതെ മാക്സിമം ശ്രമിച്ചിട്ടായിരുന്നു ആ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത്. അതിന് സൈഡ് കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും കുട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മറച്ചടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. നമ്മൾ നോർമലി ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അഥവാ ലോക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ മറച്ചടിച്ച് അത് ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് ദേഹത്ത് തട്ടാതിരിക്കാനും കാര്യങ്ങളെല്ലാം പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ അതിൻ്റെ ടെസൽസ് പോലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ താഴ്വശത്ത് കുട്ടികൾക്ക് കുറച്ചൊരു എലഗൻ്റായിട്ട് നിന്നോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ടെസൽസ് ഡ്രസ്സിൻ്റെ താഴെ നമ്മളൊരു ചെണ്ട് കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 2 ഡ്രസ്സിനും അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. കാരണം ചെറിയ കുട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 സൈഡിൽ വരുന്ന ടെസൽസ് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഫൈനലി ഉള്ള ഒരു ഡ്രസ്സ് ഇതുപോലെയായിരുന്നു. ഇതൊരു ബാക്ക് സൈഡാണ് വരുന്നത്. ബാക്കിൽ വീനെക്കിൽ കുറച്ച് ഡീപ്പായിട്ട്, ഫ്രണ്ടിൽ നമ്മളൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കാണുന്നില്ല എങ്കിലും ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി നമുക്ക് അപ്ലോഡാക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം സ്റ്റിച്ചിങ്ങും വീഡിയോയും എഡിറ്റിങ്ങും എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യുക വീക്ക്ലി വൺസ് നമ്മളെ വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചാനൽ കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കാര്യങ്ങളെല്ലാം അമർത്തി വെക്കുക. അപ്പം ഇതായിരുന്നു നമ്മളെ ഡ്രസ്സ് വന്നിട്ട്. അപ്പം കുട്ടിയെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം വളരെ ക്യൂട്ടായിട്ടാണ് നമുക്ക് ഈ 2 ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്ക് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡ് ആണെങ്കിലും എന്താ പറയുക, കുട്ടികൾക്ക് വലിയൊരു ബോറില്ലാത്ത രീതിയിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഇത് തോന്നുമെങ്കിലും ട്വിന്നിങ് ആയിട്ട് 2ഉം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ കുറച്ചൊരു മെലിഞ്ഞിട്ടായിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് ഏതാണ് കുട്ടികൾക്ക് മാറാണ്ട് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പം ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. നമുക്ക് ഏതൊരു മെറ്റീരിയലും നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് റീക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ നമ്മളെ ഷർട്ടാണെങ്കിൽ കൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് അതിൻ്റെ അകത്ത് റീക്രിയേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഷോളാണെങ്കിൽ പറ്റും. സാരി ആണെങ്കിൽ പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള റീക്രിയേഷൻ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്